രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീമദ് വാൽമീകി രാമായണം ഉത്തരകാണ്ഡം 27-ാം സർഗം. സുമാലി വധം. രാവണൻ സൈന്യങ്ങളോടുകൂടി കൈലാസത്തെ കടന്ന് ഇന്ദ്രലോകത്തെത്തി. ഇന്ദ്രനാൽ ആജ്ഞാപിക്കപ്പെട്ട ദേവന്മാർ രുദ്രന്മാരോടും വിശ്വദേവന്മാരോടും മരുദ്ഗണങ്ങളോടും കൂടി രാവണനോട് യുദ്ധത്തിന് തയ്യാറായി. ദേവേന്ദ്രൻ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. വരലാഭത്താൽ ബലവാനായിട്ടാണ് രാവണൻ യുദ്ധത്തിന് വന്നിരിക്കുന്നത്. അങ്ങയ്ക്ക് രാവണനെ യുദ്ധത്തിൽ ജയിക്കാമല്ലോ. വിഷ്ണു ഭഗവാൻ അരുളി ചെയ്തു. വരപ്രസാദത്താൽ രാവണനെ ദേവന്മാർക്കും അസുരന്മാർക്കും വധിക്കാൻ സാധ്യമല്ല. ഞാൻ ഇപ്പോൾ അവനോട് എതിർക്കുന്നില്ല. വിഷ്ണു പോരിൽ ശത്രുവിനെ കൊല്ലാതെ മടങ്ങുകയില്ല. രാവണൻ വരപ്രസാദത്താൽ രക്ഷിക്കപ്പെട്ടവനാകയാൽ അങ്ങയുടെ ആഗ്രഹം ഇപ്പോൾ സഫലമാവുകയില്ല. ദേവേന്ദ്ര, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. രാവണൻ്റെ വധത്തിനായി ഞാൻ തന്നെ അവതരിക്കുന്നുണ്ട്. ഉചിതമായ കാലം വന്നു ചേർന്നാൽ ഞാൻ തന്നെ രാവണനെ ബന്ധുജനങ്ങളോടൊപ്പം വധിക്കുന്നുണ്ട്. ദേവന്മാർക്കും അസുരന്മാരടക്കമുള്ള രാക്ഷസന്മാർക്കും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം നടന്നു. രാവണൻ്റെ മന്ത്രിമാർ യുദ്ധത്തിനായി പുറപ്പെട്ടു. രാവണൻ്റെ മാതാമഹനും അതിബലവാനും അതിവീര്യശാലിയുമായ സുമാലി എന്ന രാക്ഷസൻ മാരീചൻ, പ്രഹസ്തൻ തുടങ്ങിയ അനേകം രാക്ഷസ വീരന്മാരാൽ ചുറ്റപ്പെട്ട് തീക്ഷ്ണങ്ങളായ ആയുധങ്ങൾ കൊണ്ട് ദേവഗണങ്ങളെ ആക്രമിച്ചു. ദേവകൾ ഓട്ടം തുടങ്ങി. ഈ സന്ദർഭത്തിൽ വസുക്കളിൽ 8-ാമത്തെ വസുവും ശൂരൻ എന്ന് കീർത്തിയുള്ളവനുമായ സാവിത്രൻ പോർക്കളത്തിലെത്തി. അവൻ ശത്രുഭടന്മാരെ വിറപ്പിച്ചു. ത്വഷ്ടാവ്, പൂഷാവ് എന്ന 2 ആദിത്യന്മാരും അപ്പോൾ പോർക്കളത്തിൽ ഇറങ്ങി. സുമാലി എന്ന രാക്ഷസൻ ദേവന്മാരുടെ സൈന്യത്തെ എതിർത്തു. അവൻ ദേവസൈന്യത്തെ കാറ്റ് മേഘത്തെ എന്ന പോലെ തകർത്തു. ദേവന്മാർക്ക് എതിർത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. വസുക്കളിൽ 8-ാമനായ സാവിത്രൻ സുമാലിയെ എതിർത്തു. സുമാലിക്കും വസുവിനും തമ്മിൽ വമ്പിച്ച യുദ്ധമുണ്ടായി. വസു സുമാലിയുടെ സർപ്പത്തേർ തകർത്തു. അവൻ സുമാലിയെ വധിക്കാൻ ഒരു ഗദ കയ്യിലെടുത്തു. സാവിത്രൻ ഗദ കൊണ്ട് സുമാലിയുടെ ശിരസിൽ അടിച്ചു. സുമാലി ഗദയടിയേറ്റ് ഭസ്മമായി. അവൻ്റെ മാംസമോ തലയോ എല്ലോ തിരിച്ചറിയാൻ ഉണ്ടായിരുന്നില്ല. സുമാലി വധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ രാക്ഷസന്മാർ നിലവിളിച്ചുകൊണ്ട് നാലുപാടും ഓടിപ്പോയി. 27-ാം സർഗം അവസാനിച്ചു. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ.